അപ്പൊ ആദ്യമായിട്ടല്ല 3 പേരെ കടലിൽ കാണാതെ പോകുന്നത്. അദ്ദേഹം 10 വർഷം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കാണാതെ പോയവരുടെ എണ്ണം എത്രയെന്നറിയാം? 148. 148 കാണാതെ പോയവരുടെ, കടലിൽ കാണാതെ പോയവരുടെ എണ്ണം 148. അപ്പൊ അത് അല്ല, ഞാൻ പറഞ്ഞാണ് 148 പേര് പോയിട്ടുണ്ട്, കാണാതെ പോയിട്ടുണ്ട്. പട്ടികജാതിക്കാരെയും പട്ടികവർഗക്കാരെയും മത്സ്യത്തൊഴിലാളികളെയും ഒരുപോലെ കണ്ട സർക്കാരാണിത്. ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആദ്യത്തെ ഇരകൾ യഥാർത്ഥത്തിൽ മത്സ്യത്തൊഴിലാളികളാണ്. വലിയ മാറ്റമാണ് അവരുടെ ജീവിതത്തിൽ, അവരുടെ പിന്നോക്കാവസ്ഥ കൂടുകയാണ്. നിങ്ങൾക്കറിയാം, 40 രൂപ മണ്ണെണ്ണയ്ക്ക് ഉണ്ടായിരുന്ന കാലത്താണ് ഉമ്മൻചാണ്ടി മന്ത്രിസഭ 25 രൂപ സബ്സിഡി കൊടുത്തത്. 25 രൂപ സബ്സിഡി കൊടുത്തത്. പിന്നീട് അത് 140 വരെയായി ബ്ലാക്കിൽ. അപ്പോഴും ആ 25 രൂപയായിരുന്നു. ഇപ്പോ ഈ ഗവൺമെന്റ് വന്ന ഉടൻ 25 രൂപ 50 രൂപയാക്കി വർദ്ധിപ്പിച്ച് ഇനിയും കൂട്ടും, ഒരു സംശയവും വേണ്ട. മണ്ണെണ്ണ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനുള്ള 75 50 ഉണ്ടായിരുന്നത് 50 പോണ പോക്കില് കൊടുത്താണ്. അത് നമ്മൾ 75 ആക്കി, 25 രൂപ കൂടി കൂട്ടി. പോണ പോക്കിലാണ്, അത് നടപ്പാക്കിയില്ല. പോകുമ്പോ പറഞ്ഞതാണ് 25 50 ആക്കിയെന്ന്. പക്ഷെ അത് ആക്കിയിട്ടൊന്നും ഉണ്ടായില്ല. നമ്മൾ 25 രൂപ 75 50 രൂപ കൂട്ടി, 50 രൂപ കൂടി കൂട്ടി. ഉമ്മൻചാണ്ടിയുടെ കാലത്തുണ്ടായിരുന്ന 25 75 ആക്കി. ഇനിയും കൂട്ടും. മണ്ണെണ്ണയുടെ ലഭ്യത ഉറപ്പുവരുത്താൻ കേന്ദ്ര സർക്കാരുമായി നിരന്തരം ഗവൺമെന്റ് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 മാസത്തിനിടയിൽ പല പ്രാവശ്യം നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുപോലെ മത്സ്യത്തൊഴിലാളികളെ വളരെ പ്രയാസപ്പെടുത്തുന്ന ഈ പുനർഗേഹം പദ്ധതി കഴിഞ്ഞ മന്ത്രിസഭാ യോഗം അത് പരിഷ്കരിച്ച് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ പറയുന്നില്ല, കാരണം അടുത്ത മന്ത്രിസഭാ യോഗമാകുമ്പോഴേക്കും ഫിഷറീസ് മന്ത്രി അത് ഫലപ്രദമായി തയ്യാറാക്കി അത് കൊണ്ടുവരും. നല്ല മാറ്റം പുനർഗേഹം പദ്ധതിക്ക് ഉണ്ടാവും, പുനർഗേഹം പദ്ധതിക്ക്. അതുപോലെ ഈ വിഴിഞ്ഞം തുറമുഖം പോലുള്ള തുറമുഖങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ വികസനത്തിന്റെ ഇരകൾ ഉണ്ടാവും. ആ വികസനത്തിന്റെ ഇരകളെ പൂർണ്ണമായി സംരക്ഷിക്കാനുള്ള നടപടികൾ തീർച്ചയായിട്ടും സ്വീകരിക്കും. അവരെ ഒന്നും വഴിയാധാരമാക്കില്ല ഈ ഗവൺമെന്റ്, ഒരു സംശയവും വേണ്ട. ഇപ്പൊ പറഞ്ഞു, മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോയി കഴിഞ്ഞാൽ അവരെ കാണാതായാൽ പിന്നെ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണമെങ്കിൽ 7 വർഷം കാത്തിരിക്കണം എന്നുള്ളൊരു നിയമമുണ്ട്. 7 വർഷം കഴിഞ്ഞാലേ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ പറ്റുള്ളൂ. അതൊക്കെ ഈ സർക്കാർ മാറ്റും, ഒരു സംശയം വേണ്ട. ഇവിടെ വിഴിഞ്ഞത്തൊരാൾ, മുതലപ്പുഴയിൽ ഒരാൾ, നീണ്ടകരയിൽ ഒരാൾ, 3 പേരെ കാണാനില്ല. അല്ല, 3 പേരെ കാണാനില്ല. നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ 9 ദിവസമായി ഈ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ കൂടെ സഹായത്തോടു കൂടി നമ്മൾ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുക. എവിടെയാണ് 9 ദിവസം ഇതുവരെ തെരച്ചിൽ നടത്തിയത് കേരളത്തിന്റെ ചരിത്രത്തിൽ? എവിടെയാണ്? അതായത് 2 ഡോണിയർ വിമാനങ്ങൾ, ഒരു ഹെലികോപ്റ്റർ, കോസ്റ്റ് ഗാർഡിന്റെ കപ്പൽ, മറൈൻ ബോട്ട്, ഇപ്പൊ നേവിയുടെ ബോട്ട് വീണ്ടും അവിടെ എത്തിയിരിക്കുകയാണ്. സ്കൂബ ഡൈവിംഗ് സംവിധാനം. ഇവിടെ മാത്രമല്ല, തമിഴ്നാട്ടിലെ കുളച്ചലിൽ പോയി കൂടി ആ പരിശോധന നടത്തി. ഒരു കാലത്തും ഇത്രമാത്രം ഒരു ഗവൺമെന്റ് നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട്, കുടുംബത്തിലെ ഒരാളെ നഷ്ടപ്പെട്ടതുപോലെയാണ് ഈ സർക്കാർ അവർക്ക് വേണ്ടി പരിശോധന നടത്തുന്നത്. കഴിഞ്ഞ മുഖ്യമന്ത്രി ഇന്നലെ പത്രസമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞു, കുറെ ദിവസമായി 3 പേരെ കാണാതായിട്ട് ഒന്നും ചെയ്യുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന് വിമർശിക്കാനുള്ള പൂർണ്ണമായ അധികാരമുണ്ട്, 3 പേരെ. പക്ഷേ ഇത്രയും ആളുകളെ കാണാതെ പോയിട്ട് ഇതുപോലെ തെരച്ചിൽ, ഇന്നും തെരച്ചിൽ നടത്താണ്. ഇന്ന് രാവിലെ ഞങ്ങൾ ബന്ധപ്പെട്ടു, ഇന്നും രാവിലെയും തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആദ്യമായിട്ടല്ല 3 പേരെ കടലിൽ കാണാതെ പോകുന്നത്. അദ്ദേഹം 10 വർഷം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കാണാതെ പോയവരുടെ എണ്ണം എത്രയെന്നറിയാം? 148. 148 കാണാതെ പോയവരുടെ, കടലിൽ കാണാതെ പോയവരുടെ എണ്ണം 148. അപ്പൊ അത് അല്ല, ഞാൻ പറഞ്ഞാണ് 148 പേര് പോയിട്ടുണ്ട്, കാണാതെ പോയിട്ടുണ്ട്. അപ്പൊ കാണാതെ പോയാൽ നമുക്ക് ചെയ്യാൻ പറ്റാവുന്നത്രയും പരമാവധി ദിവസം അവർക്ക് അന്വേഷിക്കും. ഇത്രയും ഒരു സംവിധാനം വെച്ച് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും കടലിൽ കാണാതെ പോയ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി തെരച്ചിൽ നടത്തിയിട്ടില്ല. അതുപോലെ തെരച്ചിൽ നടത്തിയാണ്. പരമാവധി ശ്രമിക്കുക. അവരെ കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണ് കാണുന്നത്. ആ കുടുംബത്തിന്റെ സങ്കടം ഈ ഗവൺമെന്റ് കാണാതെ പോവില്ല. തീർച്ചയായിട്ടും മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള ബഹുമുഖങ്ങളായ പദ്ധതികൾ പ്രഖ്യാപിക്കും ഈ ഗവൺമെന്റ്. ചില പ്രത്യേക അവസ്ഥയിൽ നമ്മുടെ പദ്ധതി തുക 35,000 കോടി രൂപയിൽ നിന്ന് 30,000 കോടിയായി ചുരുക്കേണ്ടി വന്നു, സാമ്പത്തികമായ സമ്മർദ്ദം കൊണ്ട്. അപ്പൊ ഈ ഗവൺമെന്റ് ഒരു കാര്യം ശ്രദ്ധിച്ചു, 35,000 കോടി ആയിരുന്നുവെങ്കിൽ
പട്ടികജാതി പട്ടികവർഗക്കാർക്ക് എത്ര കൊടുക്കുമായിരുന്നു? അത്രയും കൊടുത്തു. പട്ടികജാതി പട്ടികവർഗക്കാർക്ക് വേണ്ടി മാത്രമല്ല, ഫിഷറീസ് വകുപ്പിന് 35,000 കോടി രൂപയാണെങ്കിൽ എത്ര കിട്ടുമായിരുന്നു? 30,000 കോടിയായപ്പോൾ അവർക്ക് കുറയുമല്ലോ. ആ കുറഞ്ഞ തുക കൂടി അവർക്ക് കൂട്ടിക്കൊടുത്തു. പട്ടികജാതിക്കാരെയും പട്ടികവർഗക്കാരെയും മത്സ്യത്തൊഴിലാളികളെയും ഒരുപോലെ കണ്ട സർക്കാരാണിത്. അവരുടെ പണം, അവർക്കുള്ള ആനുകൂല്യങ്ങൾ 1 രൂപ പോലും കുറയരുത് എന്ന് കണ്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സർക്കാർ പദ്ധതി തുക കുറച്ചപ്പോൾ ആ പദ്ധതി തുക പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും മത്സ്യത്തൊഴിലാളികൾക്കും ബാധിക്കരുത് എന്ന് കരുതി അവർക്ക് വേണ്ടി പ്രത്യേകമായ തുക കൊടുത്തത് ഈ ബജറ്റിൽ ചെയ്താണ്. അതുകൊണ്ട് ഗവൺമെന്റിന്റെ മുൻഗണനയിൽ മത്സ്യത്തൊഴിലാളികൾ ഉണ്ടാകും, ധീവര സമുദായാംഗങ്ങൾ ഉണ്ടാകും. ആ ഉൾനാടൻ ജലാശയത്തിലെ ഞങ്ങളറിയാം, ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ പരിഗണന തീർച്ചയായും ഉണ്ടാകും. അവരുമെല്ലാം ഒരുപാട് പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്നവരാണ്. നമുക്കെല്ലാം നേരിട്ടറിയാവുന്നവരാണ് ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളെ. തീർച്ചയായും അവരുടെ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാവും. ഇന്ന് ഇരുന്നല്ല നമ്മൾ, മനസ്സിലായില്ല, 2 മാസം 3 മാസം ആയിട്ടില്ല. അതിനിടയിലാണ് ഇത്തരം നിർണായകമായ തീരുമാനങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി എടുത്തത് എന്ന് അഭിമാനത്തോടു കൂടി ഞാൻ പറയുന്നു. തീർച്ചയായും അതിൻ്റെ തുടർച്ച ഉണ്ടാകും, കൂടെ ഉണ്ടാകും സർക്കാർ. കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടാവുന്നത്രയും ആനുകൂല്യങ്ങൾ കൂടി വാങ്ങിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം കൂടി ഉണ്ടാവും. അതിനാവശ്യമായ പദ്ധതികൾ സമഗ്രമായി കേന്ദ്രത്തിൽ അവതരിപ്പിച്ച് അത് കേരളത്തിന് വേണ്ടി വാങ്ങിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം കൂടി നടത്തും എന്ന് ഉറപ്പു പറഞ്ഞുകൊണ്ട് ഞാൻ പണ്ഡിറ്റ് കറുപ്പൻ സാറിൻ്റെ ജന്മദിന ആഘോഷവും അദ്ദേഹം MLC ആയതിൻ്റെ 100ാം വാർഷികാഘോഷവും നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കും.